എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുറം സ്വദേശിയാണ്. ദേശീയ ഗായകനാണ്. ദുഃഖമായ ഒരു വാർത്ത. ദീപുവിനെ കൊന്ന രണ്ടാം പ്രതി സുനിൽ കുമാറിനെ ഇപ്പോൾ കന്യാകുമാരിയിൽ വെച്ച് പിടിച്ചിരിക്കുന്നു. മുംബൈയിലേക്ക് പോകാൻ നിന്നപ്പോൾ തന്നെ തമിഴ്നാട് പോലീസ് പത്തനംതിട്ടയിൽ വളഞ്ഞ് അവിടെ കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് കന്യാകുമാരിയിൽ വെച്ചാണ് ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ അകത്ത് വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് തന്നെ പറയാം. ഇതിനു മുമ്പേ ഇയാൾ ഈ പ്രതിയിലുള്ള കുറച്ച് പൈസ ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അമ്പിളി എന്ന് പറയുന്നതാണ് കൊന്ന എന്ന പ്രതി എന്ന് പറയുന്ന അമ്പിളിയെ 50ഓളം കേസുകളുണ്ട്. രണ്ടുപേരെ അമ്പിളി കൊന്നിട്ടുണ്ട്. പലരും അമ്പിളിയെ പേടിച്ചാണ് പറയാത്തതെന്ന് പറയുന്നുണ്ട്. അമ്പിളി പക്ഷെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് പലരും കേസിൽ നോക്കുമ്പോൾ തന്നെ ആ കേസ് മാറുന്നുണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അമ്പിളി 50ഓളം കേസുകളിലെ പ്രതിയാണ്. 2 കൊലപാതകം നടത്തിയ പ്രതിയാണ്. അത് മുൻപ് ഇതുപോലെ ഇങ്ങനത്തെ കേസിലെ വലിയ പണക്കാരെ കരുതിയാണ് അമ്പിളി ആൾക്കാരെ പിടിക്കുന്നത്. പിടിച്ചിട്ട് ഇതുപോലെ കള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി പൈസ തട്ടിയെടുക്കാനാണ് അമ്പിളിയുടെ കാരണം. അതുപോലെ അമ്പിളിക്ക് ഷുഗറിന്റെ അസുഖമുണ്ട്. അതുപോലെ വൃക്ക രോഗം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ സുനിൽ കുമാറിനെ നമുക്ക് നാഗർകോവില് കന്യാകുമാരിയിൽ വെച്ചാണ് ഇപ്പോൾ തൂക്കിയത്. രണ്ടാം പ്രതിയാണ്. സുനിലാണ് ഇതിന്റെ കൃത്യം എല്ലാം ചെയ്തതെന്ന് പറയുന്നുണ്ട്. പാറശാല കളിക്കള എന്ന സ്ഥലത്ത് വെച്ചാണ് കൊന്നതെന്ന് നമുക്ക് പറയാം. അവിടെ ശേഷം പടന്താലേക്ക് മുട്ടിലേക്ക് പോകുന്നു അമ്പിളി. അവിടെ നിന്ന് ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറുന്നു. അവിടെ നിന്നും മെഡിക്കൽ സ്റ്റോറിന് ഗുളിക വാങ്ങിക്കാൻ വേണ്ടി കയറിയുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങുന്നു. ക്യാമറയിൽ തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നെയ്യാറ്റിങ്കരയിൽ നിന്നാണ് ദീപുവിൻ്റെ കൂടി ഈ അമ്പിളി കയറുന്നതെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞു. അതിനുശേഷം ഇവർ പാറശാല എത്തുന്നു. പാറശാലയ്ക്ക് അതിർത്തിയുടെ അടുത്തുള്ള 2 കിലോമീറ്റർ അടുത്തുള്ള കളിക്കള എന്ന സ്ഥലത്തെത്തുന്നു. അവിടെ നിന്ന് കൊല ചെയ്തതിന് ശേഷമാണ് പടന്താൽമൂട്ടിലേക്ക് പോകുന്ന മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നതെന്ന് ഇപ്പോൾ മനസ്സിലാകാൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത്. അതിലുള്ള മുഖ്യ പ്രതിയാണ് സുനിൽ കുമാർ. ഇപ്പോൾ സുനിൽ കുമാറിനെ ചോദ്യം ചെയ്തു വരുന്നു. ഇപ്പോൾ പിടികൂടി മുംബൈയിലേക്ക് കടക്കാണ്ടിരുന്ന സുനിൽ കുമാറിനെ കന്യാകുമാരിയിൽ വെച്ചാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ ഇതുവരെ റോളൊന്നും കിട്ടിയിട്ടില്ല. ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട്, എന്താണ് ഈ കൊലപാതകത്തിന്റെ ഇത് എന്ന് അന്വേഷിക്കണമെന്നുണ്ട്. അമ്പിളി 10 ലക്ഷം രൂപ, അമ്പിളിയല്ലല്ലോ ദീപു 10 ലക്ഷം രൂപയും കൊണ്ട് വീട്ടിന് തിരിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം 7 ലക്ഷം രൂപ കാണുന്നു. 3 ലക്ഷം രൂപ എങ്ങോട്ട് പോയി എന്നറിയാനില്ല. അമ്പിളി 50ഓളം കേസുകളിലെ പ്രതിയാണ്. അതുപോലെ കൊലപാതക കേസിലെ പ്രതിയാണ്. നിരവധി കേസിലെ പ്രതിയാണ്. ആളുകൾ ഒന്ന് നോക്കിയാൽ ആ കേസ് പിൻവലിച്ച് പലരും മുമ്പോട്ട് പോകൂലെന്ന് നമുക്ക് പറയാം. എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേയൻ.